ഹിത കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല രുചികരമായ ബീഫ് കറിയുടെ റെസിപ്പിയാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ബീഫ് കറി വെക്കുന്നതിന് വേണ്ടി ഞാൻ ഒരു 300 ഗ്രാം ഇറച്ചി എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ ഇടാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചുകൊണ്ട് വരാം. ഇഞ്ചി വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. അതിന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ചതച്ചു കൊണ്ടുവരാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ചതച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ചുവന്നുള്ളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ്, ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ്, വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ ഈ ഒരു കുക്കർ എടുത്ത് വെച്ച് ഈ ഇറച്ചി കഴുകിയത് നല്ലപോലെ പിഴിഞ്ഞതിന് ശേഷം ഇട്ട് കൊടുക്കാം. കുക്കറിൽ ഇറച്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 സ്പൂൺ ഇട്ട് കൊടുക്കാം. അതിനുശേഷം തക്കാളിയും ചുവന്നുള്ളിയും പച്ചമുളകും അരിഞ്ഞതും ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഈ ചെറിയ സ്പൂണിൽ 1 സ്പൂണാണ് മഞ്ഞൾപ്പൊടി എടുത്തിട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി കുറച്ച് ഉപ്പിടാം. ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബീഫ് കറിയാണിത്. ഇതെല്ലാവരും ചെയ്തു നോക്കണം. ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാനിതിൽ ഒട്ടും തന്നെ വെള്ളം ഇട്ട് കൊടുക്കുന്നില്ല. കുക്കർ അടച്ചു വെച്ച് വേവിക്കാൻ പോവുകയാണ്. അടുപ്പ് കത്തിച്ച് ആദ്യത്തെ വിസിൽ നല്ലപോലെ കൂട്ടിയിട്ടും അതിനുശേഷം 8 വിസിലാണ് ആകെ വെക്കേണ്ടത്. ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ട് കുറച്ചധികം വിസിൽ കേൾപ്പിക്കണം. അപ്പോൾ ഇനി 8 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. വിസിൽ വന്നിട്ടുണ്ട്. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ഇതിൽ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഇത്രയും ഒന്ന് ചൂടാക്കി എടുക്കാം. നേരിയ തീയിലിട്ടാണ് ഞാൻ ചൂടാക്കുന്നത്. ഇച്ചിരി മണം, മസാലപ്പൊടിയുടെ മണം വരണ സമയത്ത് അടുപ്പ് ഓഫാക്കാം. ഇത് നല്ല രുചിയുള്ളതും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതുമായ ബീഫ് കറിയാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചോറിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും പറോട്ടയുടെ കൂടെയും എല്ലാം കഴിക്കാൻ പറ്റിയ ഒരു ബീഫ് കറിയാണിത്. വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല രുചിയുള്ള ബീഫ് കറി. ഇത് ബാച്ചിലേഴ്സിനും പിന്നെ ജോലിക്ക് പോകണവർക്കും എല്ലാം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ കറി. ഇത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് വന്നിട്ടുണ്ട്. ഇതിൽ ഇനി ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. ഈ ചെറിയ സ്പൂണിൽ ഒരു 2 സ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കണം. ബീഫിനാകുമ്പോൾ ഗരം മസാലപ്പൊടി ഇച്ചിരി കൂടുതൽ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഇനി ഒന്നും കൂടി മൂപ്പിച്ചെടുക്കാം. ഇത് അടുപ്പ് ഓഫ് ചെയ്ത് വെക്കാം. ഈ വേവാൻ വെച്ചിട്ട് 8 വിസിലും വന്നു കഴിഞ്ഞു. ഇനി പ്രഷർ ഒന്ന് കളഞ്ഞതിന് ശേഷം നമുക്കെടുത്ത് നോക്കാം. പോയി കഴിഞ്ഞിട്ടുണ്ട്. ഇറച്ചി പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. നല്ല വറ്റി കുറച്ച് വെള്ളം മാത്രമേ വന്നിട്ടുള്ളൂ. ഇനി വറുത്ത് വെച്ചിരിക്കുന്ന ഈ പൊടികൾ ഇതിലിട്ട് കൊടുക്കും. നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പുണ്ടാകുന്ന നോക്കി ഉപ്പ് വരുവും ചെക്ക് ചെയ്തതിന് ശേഷം തീ കുറച്ച് വെച്ച് പൊടികളുടെ പച്ചമണം മാറാൻ വേണ്ടി വെക്കുക. അടുപ്പ് ഓണാക്കുക.
കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കാം. ഏകദേശം ഇതിൽ 2 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഇട്ട് കൊടുത്തത്. ഇത് നല്ല കുറുകിയിരിക്കാൻ ചാറിന് വേണ്ടി കുറച്ച് വെള്ളം ഇട്ട് കൊടുക്കും. നല്ല രുചിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ഇറച്ചിക്കറിയാണിത്. ഇറച്ചി വെന്താന്ന് നോക്കാം. തീ കുറച്ച് വെച്ച് കുറച്ച് തിളപ്പിക്കാം. കുറച്ചും കൂടി വേവാനുണ്ട്. ഒരു തുള്ളി ചെറിയൊരു വേവും കൂടി ഉണ്ട്. അത് ഇതിൽ കിടന്നു വെന്തോളൂ. തീ കുറച്ച് വെച്ച് അടച്ച് വെക്കാം. നല്ല രുചിയുള്ള ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതൊരു സർവിങ് ബൗളിലോട്ട് വിളമ്പുക. ഈ ബീഫ് കറി ഉണ്ടാക്കിയതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ഒരു നല്ല റെസിപ്പിയായിട്ട് വരുന്നത് വരെ ബൈ. ഈ ബീഫ് കറി ഒന്ന് എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എടുക്കട്ട് നല്ല രുചിയുള്ള ബീഫ് കറിയാണ്. കാണുമ്പോൾ തന്നെ വായെന്ന് വെള്ളം വരുന്നു. ഇതെടുത്ത് ഇതെല്ലാവരും കഴിച്ച് നോക്കി ഇതിൻ്റെ കമൻറ്റ് എന്ത് തന്നെ ആയാലും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. ലൈക്ക് തരണം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.